പെരിന്തൽമണ്ണ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ജില്ലയേക്കാൾ വലുപ്പമുണ്ടായിരുന്ന നാട്ടുരാജ്യം. വള്ളുവനാടിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനം. വള്ളുവക്കോനാതിരിമാർ വാണിരുന്ന നാട്. തൊട്ടടുത്ത് കിടക്കുന്ന അങ്ങാടിപ്പുറമായിരുന്നു അവരുടെ തലസ്ഥാനം. പിന്നീട് സാമൂതിരിയുടെ ഭരണത്തിൻ കീഴിലായപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് മാറ്റപ്പെട്ടു. പെരിന്തൽമണ്ണയുടെ ചരിത്രവും കാഴ്ചകളും തേടിയുള്ള ഈ യാത്രയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് അങ്ങാടിപ്പുറത്ത് നിന്ന് തുടങ്ങാം. ജില്ലാ സ്ഥിരാകേന്ദ്രമായ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ കൂടി 19 കിലോമീറ്ററും ട്രെയിൻ വഴി ഷൊർണൂരിൽ നിന്ന് 34 കിലോമീറ്ററും പെരിന്തൽമണ്ണയിൽ നിന്നാണെങ്കിൽ വെറും 2 കിലോമീറ്റർ ദൂരവും സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. പഴയ വള്ളുവനാടിൻ്റെ തലസ്ഥാനമായിരുന്നു ഇന്നത്തെ അങ്ങാടിപ്പുറം. വള്ളുവനാട് എന്ന് പറഞ്ഞാൽ പന്തല്ലൂർ മല മുതൽ പൊന്നാനി വരെ വ്യാപിച്ചു കിടന്നിരുന്ന നാട്ടുരാജ്യമാണ്. ഇന്നത്തെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ താലൂക്കും ഏറനാട് പാലക്കാട് താലൂക്കിൻ്റെ ചില ഭാഗങ്ങളും പട്ടാമ്പി ഒറ്റപ്പാലം പൊന്നാനി പ്രദേശങ്ങളും കൂടിച്ചേർന്ന വലിയൊരു ഭൂപ്രദേശമായിരുന്നു വള്ളുവനാട്. അങ്ങാടിപ്പുറത്തിൻ്റെ ചരിത്രവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. കോഴിക്കോട് പാലക്കാട് ഹൈവേക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട ക്ഷേത്ര കവാടം, അതായത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നട. അന്നും ഇന്നും കേരളത്തിലെ അതിപ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. 14-ാം നൂറ്റാണ്ട് വരെ വള്ളുവനാട് ഭരിച്ചിരുന്ന വള്ളുവക്കോനാതിരി രാജവംശത്തിന്റെ കുടുംബക്ഷേത്രം കൂടിയായിരുന്നു ഇത്. ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം. അതുകൊണ്ടാണ് തിരുമാന്താംകുന്ന് എന്ന പേര് വന്നത്. നിരവധി ഭക്തജനങ്ങൾ ദിനം പ്രതി ഇവിടെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മംഗല്യ പൂജയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 പ്രാവശ്യം ഈ പൂജ നടത്തിക്കഴിഞ്ഞാൽ വിവാഹ തടസ്സം മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഈ പൂജ നടത്താറുള്ളത്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിന് കേരള ചരിത്രത്തിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന പ്രശസ്തമായ മാമാങ്കത്തിന്റെ ചരിത്രവും അങ്ങാടിപ്പുറത്തിന്റെ ചരിത്രവും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രപ്പടവുകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി ഇടത്തുഭാഗത്ത് ചതുരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഈ തറയാണ് ചാവേർത്തറ. ഇവിടെ നിന്നാണ് പ്രസിദ്ധമായ മാമാങ്കത്തിന് ചാവേറുകൾ പുറപ്പെട്ടിരുന്നത്. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. വള്ളുവക്കോനാതിരിക്കായിരുന്നു മാമാങ്കത്തിന്റെ അധ്യക്ഷ പദവി. പിന്നീട് സാമൂതിരി തന്റെ സൈനിക ചതിപ്രയോഗത്തിലൂടെ ആ സ്ഥാനം കൈക്കലാക്കി. നഷ്ടപ്പെട്ട ആ സ്ഥാനം വീണ്ടെടുക്കുവാനായി ആയോധന കലയിൽ പ്രത്യേക പരിശീലനം നൽകിയ യോദ്ധാക്കളെ മാമാങ്കം നടക്കുമ്പോഴെല്ലാം വള്ളുവക്കോനാതിരി പറഞ്ഞയച്ചുകൊണ്ടിരുന്നു. അവരാണ് ചാവേറുകൾ അഥവാ ആത്മഹത്യാ സ്ക്വാഡുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ചാവേറുകൾ മിക്കവാറും സാമൂതിരിയുടെ പടയാളികളാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. മാമാങ്കത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ തറയിൽ അവർ ഒത്തുകൂടി നാട്ടുരാജാവിന്റെയും നാട്ടുകാരുടെയും തിരുമാന്താംകുന്ന് ഭഗവതി അമ്മയുടെയും അനുഗ്രഹങ്ങൾ വാങ്ങി യാത്ര ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു തവണ തലനാരിഴയ്ക്കാണ് ചാവേറുകളുടെ വെട്ടിൽ നിന്നും സാമൂതിരി രക്ഷപ്പെട്ടതത്രേ. ഈ ചരിത്രകഥയെ ആസ്പദമാക്കിയാണ് മമ്മൂട്ടി അഭിനയിച്ച മാമാങ്കം എന്ന സിനിമ നിർമ്മിക്കപ്പെട്ടത്. മാമാങ്കം വളരെ മനോഹരമായി ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ജില്ലാ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഇവിടെ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കൊട്ടിക്കയറ്റവും കൊട്ടിയിറക്കവുമാണ് പൂരത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഈ ക്ഷേത്രപ്പടവുകൾ കയറിയിറങ്ങുന്നത് മനോഹരമായ ദൃശ്യാനുഭവമാണ് ആസ്വാദകർക്ക് നൽകുന്നത്. വടക്കേ നടയുടെ ഇറക്കത്തിൽ കാണുന്ന ഈ പുഴയിലാണ് ഉത്സവകാലത്ത് ഭഗവതിയുടെ ആറാട്ട് ചടങ്ങുകൾ നടത്താറുള്ളത്. ഈ പാലം കടന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഭക്തകവി പൂന്താനം പ്രതിഷ്ഠിച്ച ഇടത്തുപുറം ക്ഷേത്രവും കാണാം. പൂന്താനം ഇല്ലത്തേക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ. മലബാറിന്റെ ക്ഷേത്ര നഗരിയാണ് അങ്ങാടിപ്പുറം. 12ഓളം ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. ഇതിൽ പ്രസിദ്ധമായ മറ്റൊരു ക്ഷേത്രമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് തളി ശിവക്ഷേത്രം. ക്ഷേത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്രതിമ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റേതാണ്. ഇദ്ദേഹമാണ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നിരുന്ന അന്നത്തെ EMS നമ്പൂതിരിപ്പാട് ഗവൺമെന്റിനോട് സത്യാഗ്രഹം ചെയ്ത് അനുമതി നേടിയെടുത്തത്. ഈ സത്യാഗ്രഹം കേരളം മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച സത്യാഗ്രഹമായിരുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ജുമാ മസ്ജിദും ഇവിടെ കാണാം. അങ്ങാടിപ്പുറത്തുകാരുടെ പരസ്പര സഹകരണത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകങ്ങളായി ഈ പള്ളിയും ക്ഷേത്രവും ഇന്നും നിലകൊള്ളുന്നു. ഇവിടെ നിന്ന് നേരെ പോകുന്നത് അങ്ങാടിപ്പുറത്തെ മുഖമിരിക്കിയ പുതിയ റെയിൽവേ സ്റ്റേഷന്റെ ആകാശക്കാഴ്ചയിലേക്കാണ്. ഷൊർണൂർ നിലമ്പൂർ ലൈനിലെ പ്രധാന സ്റ്റേഷൻ. മനോഹരമായ ഈ സ്റ്റേഷൻ പരിസരം പശ്ചാത്തലമാക്കി നിരവധി വീഡിയോ ചിത്രീകരണങ്ങൾ നടക്കാറുണ്ട്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തെ എന്ന സിനിമയിലെ സാങ്കല്പിക നഗരമായ കൃഷ്ണകുടി ഈ സ്റ്റേഷനായിരുന്നു.
കല, സാംസ്കാരികം, സാഹിത്യം എന്നീ മേഖലകളിൽ ഒട്ടേറെ പേർക്ക് ജന്മം നൽകിയ നാടാണ് അങ്ങാടിപ്പുറം. ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന കഥകളിലൂടെ പ്രശസ്തനായ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ നന്ദനാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന PC ഗോപാലനും പ്രസിദ്ധ സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് രാമൻ പൊതുവാളും ഈ നാട്ടുകാരായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാണുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിലെ ഗതാഗതക്കുരുക്കാണ് ഇന്ന് അങ്ങാടിപ്പുറം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മണിക്കൂറുകളോളമാണ് ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുള്ളത്. ദീർഘവീക്ഷണമില്ലാത്ത പ്ലാനിംഗ് കൊണ്ടുണ്ടായ ദുരിതമാണിതെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയും. വീതി കുറഞ്ഞ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതക്കുരുക്ക് അഴിക്കുവാൻ ഓരാടം പാലം ബൈപ്പാസ് നിർമ്മിക്കുകയാണ് ഏക പോംവഴി. വർഷങ്ങളായി നാട്ടുകാരും വഴിയാത്രക്കാരും നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഇതുവരെ ഈ ബൈപ്പാസിന്റെ നിർമ്മാണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. കഥകളും ചരിത്രങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന അങ്ങാടിപ്പുറത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. തൽക്കാലം വിട പറയുന്നു. പെരിന്തൽമണ്ണയുടെ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.